അടിച്ച് അങ്ങോട്ട് ചെന്ന് വീണപ്പോഴേ അടിച്ചു കേട്ടോ. ആ മോനെ കേട്ടോ, സ്ട്രൈക്ക്. രണ്ടാമത്തെ മീൻ എന്ത് പൊട്ടിയാണോ അതടിച്ചു. അത് മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ കണ്ട രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സ്നേക്കഡ് ഫിഷിങ്. നമ്മളിവിടെ നേരത്തെ വന്ന് ഇവിടെ ഇറങ്ങി നിന്ന് കാസ്റ്റ് ചെയ്താണ്. ഇന്ന് വന്നതെന്നറിയോ, ഇറങ്ങി നിൽക്കുമ്പോൾ മുട്ടറ്റം താന്നു പോകും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു പലകയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഒരു പലകയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പലക ചണ്ടിനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഉണ്ടെങ്കിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് താന്നു പോകത്തില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതാകുമ്പോൾ സൗകര്യമായിട്ട് നിറിയാൽ കുറച്ച് ഹൈറ്റ് കിട്ടും, കിളന്ന് നിന്ന് എറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും വീണ്ടും വെയിലായിട്ടുണ്ട്, കുടയൊക്കെ എടുത്ത് വെക്കണം. എന്തായാലും ഇറങ്ങി ഒന്ന് കാസ്റ്റ് നോക്കാം, എന്താ കിട്ടും നോക്കാം. ഓക്കെ, പന്നി വിലക്കയറുന്ന ഇവിടെ പന്നി ഇതുണ്ടല്ല, അതിനകത്ത് പന്നി ഉണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. നമ്മൾ പയ്യെ ഇറങ്ങിപ്പോയി കാസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാ പന്നി കയറി മെയ്യുന്ന സ്ഥലമാണ്. എന്തായാലും ഇറങ്ങിപ്പോയി നോക്കാം. അതിനടിയിൽ പന്നി കിടക്കുന്നു. അതുണ്ട്, അതിനടിയിലാണ് പന്നി കയറി നിൽക്കുന്നത്. സ്പോട്ട് വെയിലടിച്ചു തുടങ്ങി, കുട എടുത്ത് വെക്കേണ്ടി വരും. നമ്മുടെ സ്പോട്ടിലൂടെ എന്തായാലും നടന്നു പോകാം. സ്പോട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ പലകയൊക്കെ ഇട്ടിട്ടുണ്ട്. അറിഞ്ഞ വലിയ പലക വീട്ടിൽ നിന്ന് കറക്റ്റ് പരുവത്തിനുള്ള കിട്ടി, അതെടുത്തുകൊണ്ട് പോകും. അച്ഛൻ കാണാൻ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മുടെ സ്റ്റിക്കിൻ്റെ സ്ട്രെങ്ത്തൊക്കെ നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട്, ലോങ് കാസ്റ്റിംഗ് ഒക്കെ കിട്ടുമോ ഇല്ല എന്നൊക്കെ. പാൻറ്റ് കളത്തിയൊക്കെ മറന്നുപോയി ഗൈസ്, പാൻറ്റ് ഫുള്ള് നനഞ്ഞ്. എന്തായാലും ബോട്ട് സംഗതി പലക ഇട്ടിട്ടുണ്ട്. കയറി നോക്കട്ടെ എങ്ങനെയുണ്ട് സംഭവം. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഹൈറ്റ് കിട്ടി ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതാകുമ്പം സീനില്ലാതെ നിറിയാൻ പറ്റും. ഓക്കെ, എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റിക്കിൻ്റെ ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്, ഉദ്ഘാടന കാസ്റ്റിംഗ് ആണ്. നമുക്ക് എന്തെങ്കിലും അടിക്കുമെന്ന് കൂടി നോക്കാം. ഒരു മീൻ എതിരെടുത്തിട്ട് പോയിട്ടുണ്ട്. ആ മോനെ സെറ്റ്, അക്കരെ ചെന്നിട്ടുണ്ട്. ഇനി വല്ല അടിക്കുമെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് കാസ്റ്റിങ്ങിലൊന്നും അടിച്ചില്ല. സ്റ്റിക്ക് കൊള്ളാം കേട്ടോ, പൊളി. കാസ്റ്റിങ്ങിൽ വലിയ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. എന്തായാലും കുട എടുത്ത് വെക്കേണ്ടി വരും, കാരണം നല്ല പോലെ വെയിലടിക്കുന്നുണ്ട്. അടിച്ച് അങ്ങോട്ട് ചെന്ന് വീണപ്പോഴേ അടിച്ചു കേട്ടോ. ആ മോനെ ഫസ്റ്റ് വരാൽ. അപ്പോൾ ഇതിനെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് കുട അങ്ങോട്ടിടാം. നാടൻ വരാൽ കേട്ടോ, നല്ല പൊളപ്പം നാടൻ വരാൽ. ഇതിനെ എടുത്തിട്ട് നമ്മുടെ ചുറ്റും വെള്ളമായുണ്ട്. നമ്മൾ പല വെച്ചെടുത്ത് എല്ലാം കംപ്ലീറ്റ് വെള്ളമായി. സ്റ്റിക്കും റീലും സേഫ് ആയിരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ പണി കിട്ടും. മീൻ ചണ്ടിനുണ്ടായി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. വെയിൽ ഓപ്പൺ ചെയ്യുക, ലൈൻ പിടിക്കുക. ചപ്പിനുണ്ടാകുമ്പോൾ ഒരു വിഷയമില്ല, അവിടെ ഇരുന്നോളൂ. ഇനി കൊല്ലി എടുക്കണം, കുട എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊല്ലി എടുത്ത് വിട്ടു. ഇനി കുടയാണ്. കുട ബാങ്കിൽ തുറയല്ല, കുടയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മോന്തക്കോട്ട് അധികം വട്ടം അടിക്കത്തില്ല. അത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാസ്റ്റ് ചെയ്യാം.
കുട വച്ചിട്ട് റെഡിയാകും ബാക്കി. അടിപൊളി കുടയും കൊണ്ട് വെച്ചാൽ മതി. എന്ത് സുഖം. പൊളിച്ച് ഓക്കെ. കുടയുടെ തുമ്പ് കാണത്തില്ലല്ലോ, അതാ വരാതെ. ഇനി കൊല്ലി നോക്കണം. കൊല്ലി നോത്ത് നമ്മൾ ബ്രൈഡ് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഫസ്റ്റ് നാടൻ മുരലാട്ടോ. ഇവിടെ പോയാൽ പോയി, മീൻ കുടഞ്ഞ് പോയാൽ പോയി, തീർന്ന്. ഇമാരെന്തോ പല്ലാണ്, ഏറ്റ പല്ലുണ്ട്. കൊല്ലിക്കകത്താക്കിയിട്ടുണ്ട്. കൈ മുറിഞ്ഞ കൈസ് തുറക്കണം. അതാണ്ട ബേബി ക്രോസ്. ഇവിടെ ഫസ്റ്റ് നാടൻ മുരലാട്ടോ. കണ്ടാ, ഇവിടെ ഫസ്റ്റ് നാടൻ മുരലാണ്. അയ്യോ, ഏറ്റ കടിയും ഒരു കടിയുന്നു നല്ല പല്ല് കൊള്ളും. അപ്പം നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. ചോട്ടിൽ തന്നെ അടക്കട്ടെ, വെള്ളം ഉണ്ടല്ലോ. കൈയുണ്ട് ചെറുതായിട്ട് മുറിഞ്ഞു. ഫ്രോഗ് ഒന്ന് റെഡിയാക്കണം. ഫ്രോഗ് റബ്ബറകത്ത് കയറിപ്പോയി. ഓക്കെ, സെറ്റ്. കഴുകിയേക്കാം. ബെയിൽ ക്ലോസ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ മീനുകൊണ്ടുള്ള കാസ്റ്റിംഗ് കേട്ടോ. അപ്പോൾ നോക്കാം മീൻ അടിക്കുമല്ലോ. രണ്ടാമത്തെ മീനുകൊണ്ടുള്ള കാസ്റ്റിംഗാണ്. സ്റ്റിക്ക് വെള്ളം കേട്ടോ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫീലുണ്ട്. വെയിറ്റ് കുറവാണ്, ലൈറ്റ് വെയിറ്റ് കേട്ടോ. സ്ട്രൈക്ക്. അപ്പോൾ രണ്ടാമത്തെ മീൻ കയറി വരുന്നുണ്ട്. പലകെ നിൽക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഹുക്കപ്പൊക്കെ കൊടുക്കാൻ പറ്റും. അവിടെ രണ്ടാമത്തെ മീൻ നാടനാട്ടോ, നാടൻ വരാലാണ്. സെറ്റ്. റീലും റോഡ് ഔട്ടിരിക്കട്ടെ. ആദ്യം കൊല്ലി നോക്കാം. ഹുക്ക് വിഴുങ്ങിയുണ്ട്, അത് നമ്മുടെ ഫ്രോഗ് വിഴുങ്ങി. രാവിലെ ചെറിയ തുമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒന്നും പറയണ്ട. വീഡിയോ ലൈറ്റ് ആകുന്നത് നിങ്ങളാരും ഒന്നും വിചാരിക്കില്ല. മീനടി പൊതുവേ കുറവാണ്. എന്നാൽ തനി നാടൻ വരാൽ കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരാൽ. ഹുക്ക് എടുക്കുന്നതിന് മുമ്പേ കൊല്ലിക്കകത്തോട്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വരാലാണ്. ബേബി ക്രോസ് തന്നെ ആകുമ്പോൾ എനിക്ക് ഒരു വിശ്വാസമുണ്ട് കേട്ടോ. ബാക്കി ഫ്രോഗും കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. എനിക്ക് കാരണം ഇപ്പോൾ ചേറുമീൻ വന്നാലും ഈ ഫ്രോഗിൽ അടിക്കും, അത് പക്ക കേട്ടോ. ചേറുമീൻ വന്നാലും അടിക്കും, അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ്. വാഹ വന്നാലും അടിക്കും. കിട്ടിയില്ല, അവൻ അടി കിട്ടിയില്ല. കയറി പോന്നു ഫ്രോഗ്. മൂലയ്ക്കുണ്ടായിരുന്നു, അടി കിട്ടിയില്ല. അവിടെ തന്നെ കാണും. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്തോ വണ്ടിയാണോ അടിച്ചു, മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്.
മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രാ ഇച്ചിരി ലൂസാക്കി ഇട്ടേക്കുന്ന കേട്ടോ. പാട്ട വരാല്, എൻ്റെ പൊന്നി മാന്താപ്പ് വരാല്, ഹുയ്യ മുതല്. ഞാൻ കാണിച്ചു തരാം. ഗ്യൂജ് വരാലോ കേട്ടോ. അത് അവിടെ തന്നെ കിടക്കട്ടെ. ഞാൻ റീൽ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് നോക്കണം. കാരണം അത് വമ്പം വരാല്ല. ഞാൻ കാണിച്ചു തരാം. വിയറ്റ്നാം വരാലോ കേട്ടോ. അത് പുളി അടിയായിരുന്നു. ഇവിടെ നിൽക്കുന്നത് നല്ല വെള്ളമുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് പട്ടക്ക് വരാല്ല. അത് എൻ്റെ മോനെ സെറ്റ് സാധനം. അയ്യോ, ജസ്റ്റ് ഹുക്കേ ഉള്ളൂ കേട്ടോ. ഒരു 1 kg ഉണ്ടക്കുള്ളൊരു വരാല കേട്ടോ. ചെപ്പും കോപ്പൊക്കെ എടുത്ത് കളട്ടെ. ഇതുണ്ട്. അയ്യോ, പണി പാളി. ഹുക്ക് പോയാ എന്തിയാണ്? ഹുക്ക് പോയില്ല. ജസ്റ്റ് ഹുക്ക് കേട്ടോ. വയസ്സുണ്ട്. ഇതുണ്ട്. ഹെവി ഒരു വരാലാണ്. അവിടെ ഇതുണ്ട്. ഒരു 1 kg മണ്ടക്കുള്ളൊരു വരാലുണ്ടോ. എൻ്റെ പൊന്ന് സൈസാണ്. കൊല്ലിക്കത് കയറ്റിയിട്ടെ ബാക്കി പരിപാടിയുള്ളു. അതെ, ഇതുണ്ടോ ബേബി ക്രോസ് ഇരിക്കുന്നുണ്ടോ. അടിച്ച് ഇപ്പുറത്തോടെ ഇറങ്ങി കേട്ടോ. തുളച്ചിറങ്ങി വെയിറ്റ് ചെയ്താണ് ഹുക്ക് കൊടുത്തേ. കയ്യൊക്കെ കയറി ഹുക്ക്. രണ്ടാമത് അതെ ബേബി ക്രോസ്. ഞാൻ പറഞ്ഞില്ലേ, ജയൻ്റ് വന്നാലും ഹുക്കാവും, നമ്മുടെ ചെറുമീൻ അടിച്ചാലും ഹുക്കാവും, വാഹ അടിച്ചാലും ഹുക്കാവും. അപ്പോൾ നമ്മുടെ സ്റ്റിക്കിൻ്റെ ഉദ്ഘാടനം അങ്ങ് പൊളിച്ച്. സ്റ്റിക്കിൻ്റെ ഉദ്ഘാടനം എന്തായാലും പൊലിച്ചങ്ങ് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇത്ര ഹൈറ്റിലൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് പ്രോപ്പറായിട്ട് ഹുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു മീൻ വന്നിട്ട് പോയി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ്. അത്രയും വലുപ്പമുള്ള വെച്ച് നല്ല വീതിയുള്ള അനാബസ് കിടപ്പുണ്ട് ഇതിനകത്ത്. അതുങ്ങൾ ഇതുപോലെ മറിയുന്നു. നമ്മൾ പലക എടുത്ത് എന്തിനാ അറിയാം, നമുക്ക് നമ്മുടെ അങ്ങോട്ട് ആ സൈഡിലോട്ടുകൂടെ പോകാം കേട്ടോ. ഇവിടെ അടി ശോകമായി. നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയിട്ട് വരാം. കിട്ടിയില്ല. ചെറുതായിരുന്നു. നമ്മുടെ നാലാമത്തെ വരാൽ. അയ്യോടാ, ഇതൊക്കെ കയറി അടിച്ച്. നാലാമത്തെ വരാൽ വേണ്ടേ, ഷൊട്ടാ വരാല കേട്ടോ. ഇച്ചിരിയുള്ളൂ, പക്ഷേ ആശാൻ്റെ കണ്ണ് പോയി കൈസ്, കണ്ണടിച്ച് പോയി. എന്തായാലും റിലീസ് ചെയ്യണ്ട, കുളത്തിലാണെന്നേലും കൊണ്ടിടാം. ഓക്കെ, അങ്ങനെ നമ്മുടെ നാലാമത്തെ വരാൽ. ബേബി ക്രോസിലടിച്ച് ചെറിയ വരാൽ. കണ്ണ് 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 പറഞ്ഞു പോയി ഗൈസ്.
നമ്മുടെ നെക്സ്റ്റ് മീൻ അത് ഷോട്ടയാണ്. ലൈനിലൊക്കെ കുരുക്കി നാശമാക്കി നമ്മുടെ 5ാമത്തെ മീനാണ് കേട്ടോ. സൈലൻ്റായിട്ട് വന്ന് പിടിച്ചേട്ടോ. 5ാമത്തെ മീൻ ഇതുണ്ട്. ഇവൻ്റെ കണ്ണ് പോയി, കണ്ണിൽ കൂടെ തന്നെ ഹുക്ക് കയറിയിരിക്കുന്നത്. ഊരി എടുക്കുമ്പോൾ ചിലപ്പോൾ കണ്ണങ്ങ് കുറഞ്ഞു. കയറി പോകാനുള്ള പരിപാടിയായിരുന്നു. എന്തായാലും കയറി പോകുമ്പോൾ ഒരു കാസ്റ്റോടെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളോട് വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പ്രതീക്ഷിച്ച് കാസ്റ്റ് ചെയ്യാം.